ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്താ പരിപാടി എന്നല്ലേ, മഷ്റൂമൊക്കെ വെച്ചിട്ട് കഴിഞ്ഞ ഒരു ദിവസത്തെ വീഡിയോയിൽ ഞാൻ മഷ്റൂം പറിക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഈ മഷ്റൂം ക്ലീൻ ചെയ്ത് എങ്ങനെയാണ് ഞാൻ പാക്ക് ചെയ്ത് കടയിൽ കൊടുക്കുന്നതും അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. ഇന്നിപ്പോൾ അധികം മഷ്റൂമൊന്നുമില്ല, 1.5 കിലോ 2 കിലോയ്ക്ക് അടുപ്പിച്ചേ ഉള്ളൂ. രാവിലെ തന്നെ ചേട്ടൻ മഷ്റൂം പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ മഷ്റൂമിൻ്റെ ഓരോന്നിൻ്റെയും മൂട്, അതായത് തണ്ടിൻ്റെ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുവേ. നമ്മുടെ മഷ്റൂമിൻ്റെ ആദ്യത്തെ വിളവെടുപ്പിനുണ്ടല്ലോ, ഓരോ മഷ്റൂം ഓരോ ബഞ്ച് നല്ല വലിപ്പം കാണും. പക്ഷേ സെക്കൻഡ് തേർഡ് വിളവെടുപ്പൊക്കെ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ വലിപ്പം കുറഞ്ഞു വരുമോ. എനിക്കിപ്പോൾ കുറച്ച് ബെഡുകൾ സെക്കൻഡാണ്, ചിലത് തേർഡാണ്. അപ്പോൾ അതിൻ്റേതായ വലിപ്പക്കുറവുണ്ട്. മുഴുവൻ മഷ്റൂമും ഞാനിവിടെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്, വേസ്റ്റൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാക്ക് ചെയ്യാം. അതിനായിട്ട് ഞാൻ കവറാണ് എടുത്തേക്കുന്നത്, കട്ടിയുള്ള കവറാണ് ഇതെടുത്തേക്കുന്നത്. ഇത് ഞാൻ 200 ഗ്രാമിൻ്റെ മഷ്റൂം പാക്ക് ചെയ്യുന്ന കവറാണ്. ആ കവറിൻ്റെ ഒരു 4 വശത്തായിട്ട് ഞാൻ പഞ്ചിങ് മെഷീൻ വെച്ചിട്ട് ഓരോ ഹോൾ ഇട്ട് കൊടുക്കും. കാരണം ചെറിയൊരു എയർ സർക്കുലേഷൻ അകത്ത് കയറാൻ വേണ്ടിയിട്ടാണ് ഞാൻ 4 സൈഡിലും ഓരോ ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വെയിങ് മെഷീനാണ്. ഇത് ഞാൻ ഓൺലൈൻ വഴി മേടിച്ചതാണ് കേട്ടോ. ഇതിലൊരു 10 കിലോ വരെ വെയിറ്റ് നമുക്ക് തൂക്കാൻ പറ്റും. ഞാനിത് ഓൺ ചെയ്തിട്ട് ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കുകയാണ്. അതിൽ പ്ലേറ്റിൻ്റെ വെയിറ്റും കൂടെ ഇത് ലെസ്സാക്കാൻ വേണ്ടിയിട്ട് ടയർ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് 0 കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പ്ലേറ്റ് വെച്ചിട്ട് നമ്മൾ ഓൺ ചെയ്യുവാണെങ്കിൽ 0 തന്നെയാണ് നമുക്ക് ബാലൻസ് കാണിക്കുന്നത്. ഇനി നമുക്ക് എത്ര ഗ്രാമാണ് വെയിറ്റ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും മഷ്റൂം നമുക്ക് ഇതിലോട്ട് വെച്ച് ഒന്ന് വെയിറ്റ് എടുക്കാവേ. ഞാനിവിടെ 200 ഗ്രാമിൻ്റെ മഷ്റൂമാണ് പാക്ക് ചെയ്യുന്നത്. പിന്നെ ഞാൻ കറക്റ്റ് 200 ഗ്രാം എടുക്കത്തില്ല, കുറച്ച് മുമ്പോട്ട് നിൽക്കും. ഒരു 200, 205 ആ ഒരു റേഞ്ചിനാണ് ഞാൻ പാക്ക് ചെയ്യാറുള്ളത്. ഈ ഒരു കവറിനകത്തോട്ട് നമുക്കിത് കറക്റ്റായിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഞങ്ങൾ പിന്നെ സ്റ്റാർട്ടിങ് ആയത് കാരണം സീൽ ചെയ്യുന്ന മെഷീനൊന്നും മേടിച്ചിട്ടില്ല. തൽക്കാലം ഞങ്ങൾ ഇതൊന്ന് കവർ മടക്കി സ്റ്റാപ്പിൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഒരു പാക്കിംഗ് എന്ന് പറയാൻ. ഇനി പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. FSSAI ലൈസൻസൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഞങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളും ഉള്ള ഒരു സ്റ്റിക്കറും കൂടെ ഉണ്ട്. അതുകൂടെ ഒട്ടിച്ചു കഴിയുമ്പം നമ്മുടെ പാക്കേജ് കംപ്ലീറ്റ് ആവുമേ. ഇതിനൊട്ടിക്കുന്ന സ്റ്റിക്കർ ഇതാണ്. ഇത് ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. സ്റ്റിക്കർ വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുക്കുകയാണ് ചെയ്തത്. ഇത് തീരെ കുറഞ്ഞ സ്റ്റിക്കറാണ്. അത് കാരണം ഞങ്ങളിങ്ങനെ ഓരോന്നും ഇങ്ങനെ കട്ട് ചെയ്ത് വേണം എടുക്കാൻ. അല്ല വില കൂടിയ സ്റ്റിക്കറാണെങ്കിൽ നമ്മുടെ ഓരോ പ്രിൻറ്റും അത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇതിപ്പോൾ അങ്ങനെയല്ല, ഞാൻ ഓരോന്നും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ ഈ ഒരു ഫീൽഡിൽ പിച്ച വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് കാരണം ഒത്തിരി വലിയ എടുപ്പൊന്നും എടുക്കാതെ എല്ലാം ചിലവ് ചുരുങ്ങിയ രീതിയിലാണ് ചെയ്യുന്നത്. അതുപോലെ സ്റ്റിക്കർ പ്രിൻ്റ് ഔട്ട് എടുത്തേക്കുന്നത് കളർ പ്രിൻ്റ് അല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അപ്പോൾ അതിലും നമുക്ക് കുറച്ച് വില കുറഞ്ഞ് കിട്ടും. പിന്നെ ഞങ്ങൾ ഡയറക്റ്റ് സെല്ലിംഗ് ആണെങ്കിൽ ഞങ്ങൾ ഇതുപോലെ സ്റ്റിക്കർ ഒന്നും ഒട്ടിക്കാറില്ല. ആവശ്യക്കാർ ചോദിക്കുന്ന വെയിറ്റ് അനുസരിച്ചാണ് നമ്മൾ കൊടുക്കാറുള്ളത്. വലിയ കവറുകളിനകത്താക്കി അവരെത്ര വെയിറ്റ്, ചിലപ്പോൾ ചിലർ 1/2 കിലോ ചോദിക്കും, 1 കിലോ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പാക്ക് ചെയ്താണ് കൊടുക്കുന്നത്. ഇത് ഞാൻ ഷോപ്പിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 200 ഗ്രാമിൻ്റെ പാക്കേജ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിൽ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ, നമ്മൾ തന്നെ ഇതുപോലെ ഓരോന്ന് ചെയ്ത് നമ്മൾ മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കുമ്പോൾ അതിന് നമുക്ക് റിട്ടേൺ കിട്ടുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഒത്തിരി സന്തോഷമാണ്, ഒത്തിരി സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പിറ്റേ ദിവസവും എത്ര വയ്യെങ്കിലും ക്ഷീണമാണെങ്കിലും അത് ചെയ്യാനുള്ള ഒരു ആഗ്രഹം വരും നമുക്ക്. അത് നമ്മൾ ചെയ്തു പോകും ഓട്ടോമാറ്റിക്കലി. അങ്ങനെ മുമ്പോട്ട് പോവുകയാണ് ഇത്. വലിയ കാര്യത്തിൽ പാക്ക് ചെയ്ത് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞു കേട്ടോ. ഈ വീഡിയോ എടുക്കുന്ന തിരക്കും ഇതൊക്കെ കാരണം ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം മറന്നുപോയി. അതായത് നമ്മൾ പാക്കിംഗ് ഡേറ്റ് ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് ഇതിൽ എഴുതണം. അത് ഞാൻ എഴുതിയില്ല, അത് വിട്ടുപോയി. എന്തായാലും കുഴപ്പമില്ല, പതുക്കെ അതിനൊന്നും നമ്മുടെ മഷ്റൂമിനെ ഒരു ശല്യവും ചെയ്യാതെ പതുക്കെ ഞാനിവിടെ ഒന്ന് ഡേറ്റ് എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഇന്നത്തെ കൊച്ചു വീഡിയോ. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി.